1960-കളിൽ ഈ ലോകത്ത് മനുഷ്യനെ കൊല്ലുന്ന ഒരു രോഗം പൊട്ടിപ്പുറപ്പെട്ടു. ആ രോഗത്തെ മനുഷ്യൻ ഐഡന്റിഫൈ ചെയ്തത് 1982-ൽ. അതിന്റെ കാരണക്കാരനെ തിരിച്ചറിഞ്ഞത് 1983-ൽ. അതെ, 21-ാം നൂറ്റാണ്ടിന്റെ പ്ലേഗ് എന്നറിയപ്പെടുന്ന എയ്ഡ്സ് എന്ന രോഗം മനുഷ്യനെ കീഴടക്കുകയായിരുന്നു. എയ്ഡ്സ് ഉത്ഭവിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. എയ്ഡ്സ് ഇതിനോടകം തന്നെ 74 മില്യൺ ആൾക്കാരുടെ ജീവൻ എടുത്തു കഴിഞ്ഞു. ഇന്ന് ലോകത്ത് 30 മില്യണിലധികം ആൾക്കാർ എയ്ഡ്സ് രോഗികളാണ്. എയ്ഡ്സ് എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന അക്വേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, ഈ അസുഖത്തിന്റെ കാരണക്കാരൻ ഒരു RNA വൈറസ് അഥവാ റിട്രോ വൈറസ് ആയിട്ടുള്ള ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ HIV വൈറസ് ആണ്. ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്നത് പ്രധാനമായും 4 തരത്തിലാണ്. ഒന്ന്, ഈ രോഗമുള്ള ഒരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ. രണ്ടാമത്, ഇത്തരത്തിലുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിൽ അല്ലെങ്കിൽ സിറിഞ്ചസ് ഏതെങ്കിലും മറ്റൊരാൾ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രോഗമുള്ള ഒരാളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നത് വഴി, അല്ലെങ്കിൽ രോഗമുള്ള ഒരു അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക്. പല തെറ്റിദ്ധാരണകളും എയ്ഡ്സ് രോഗം പകരുന്നതുമായി ബന്ധപ്പെട്ട് ആൾക്കാരിൽ നിലവിലുണ്ട്. പ്രത്യേകിച്ച് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ ഒരു ഹഗ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ അവരുപയോഗിച്ച എന്തെങ്കിലും ഒരു സാധനം മറ്റൊരാൾ ഉപയോഗിക്കുന്നതിലൂടെ ഒരിക്കലും എയ്ഡ്സ് രോഗം പകരുന്നില്ല. മോസ്കിറ്റോ ബൈറ്റിലൂടെ പോലും ഒരിക്കലും എയ്ഡ്സ് പകരുന്നില്ല എന്നതാണ് സത്യം. HIV വൈറസുകൾ നമ്മുടെ ശരീരത്തിലെ ആക്രമിക്കുന്ന സമയത്ത് CD4 സെൽസ് അഥവാ ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നൽകുന്ന സെല്ലുകളെയാണ് ആക്രമിക്കുന്നത്. RNA വൈറസുകൾ ആയതുകൊണ്ട് തന്നെ HIV വൈറസുകൾ ഈ RNA നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ സെല്ലുകളിലേക്ക് കടത്തിവിടുകയും അതിനുശേഷം അത് DNA ആയി രൂപപരിണാമം മാറുകയും ആ DNA നമ്മുടെ DNAയുമായിട്ട് ഇൻകോർപ്പറേറ്റഡ് ആയതിനു ശേഷം നമ്മുടെ സെല്ലുകളുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ സെല്ലുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും നമുക്ക് മറ്റു രോഗങ്ങൾ വരാൻ ഉള്ള കാരണമായിട്ട് അത് മാറുകയും ചെയ്യുന്നു. നമ്മുടെ രോഗപ്രതിരോധ ശേഷി സ്വതവേ കുറഞ്ഞ് അവസാനം നമ്മൾ മരണത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. HIV ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ മനുഷ്യർ ലക്ഷണങ്ങൾ കാണിക്കണമെന്ന് നിർബന്ധമില്ല. ചില ആൾക്കാരിൽ 3-4 വർഷം വരെ അസിംറ്റമാറ്റിക് ആയിട്ട്, അതായത് സിംറ്റം ഒന്നും ഇല്ലാതെ തന്നെ അവർ ജീവിക്കുന്നു. സാധാരണഗതിയിൽ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്ന സ്റ്റേജിനെ നമ്മൾ സ്റ്റേജ് 1 എന്ന് വിളിക്കുന്നു. ക്ഷീണം, ചെറിയ രീതിയിലുള്ള റാഷസ് സ്കിന്നിൽ ഡെവലപ്പ് ചെയ്യുക, ചെറിയ ചുമയുണ്ടാകുക, ശരീരവേദന ഉണ്ടാകുക, ഇതെല്ലാം ഇതിന്റെ ലക്ഷണമാണ്. സ്റ്റേജ് 1-ൽ ഇത് കാണിക്കുന്നു. എന്നാൽ ഇതിന്റെ അടുത്ത സ്റ്റേജാണ് സ്റ്റേജ് 2. ഈ സ്റ്റേജ് 2-ലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രോണിക് സ്റ്റേജ് തന്നെ എന്നും കൂടി നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ഈ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് മറ്റേതെങ്കിലും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് 3-ലേക്ക് നമ്മൾ കടക്കുമ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മറ്റ് ഏതെങ്കിലും രോഗം നമ്മുടെ ശരീരത്തിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്ക് മരണം സംഭവിക്കുന്നത്. എയ്ഡ്സ് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും എയ്ഡ്സ് ഒരു STD ആയതുകൊണ്ട് തന്നെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആയതുകൊണ്ട് തന്നെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും എയ്ഡ്സിനും നമ്മൾ എടുക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഏതൊരു പാർട്ട്ണറുമായിട്ട് സെക്ഷൽ കോൺടാക്റ്റിൽ ഏർപ്പെടുമ്പോഴും ഫിസിക്കൽ ബാരിയർ ആയിട്ടുള്ള കോണ്ടംസ് യൂസ് ചെയ്യുക. അതുപോലെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഒഴിവാക്കുക. ഒപ്പം നമ്മൾ രക്തം സ്വീകരിക്കുന്ന സമയത്ത് അതിൽ ഇൻഫെക്ഷൻസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. സോ ഇത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കും. എയ്ഡ്സ് രോഗിയെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. എയ്ഡ്സ് രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, എയ്ഡ്സ് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ ആന്റി റിട്രോ വൈറൽ മെഡിസിൻസ് ആണ് നമ്മൾ രോഗിക്ക് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് വർഷങ്ങൾ ആയുസ് ദീർഘിപ്പിച്ചു കിട്ടും എന്നുള്ളതല്ലാതെ മരണം എന്ന അനിവാര്യത മാറ്റി നിർത്താനാകില്ല. 40 വർഷത്തിലേറെയായി നമ്മൾ എയ്ഡ്സ് എന്ന രോഗവുമായി മല്ലിടുന്നു. ഇതുവരെ മനുഷ്യരാശിക്ക് അതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നാളെ നമുക്ക് ഈ രോഗത്തിനെതിരെ മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം.